നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ദിലീപിന് ഒരു വലിയ വൈതരണി നേരിടേണ്ടി വരുന്ന ഒരു ദിവസമായി മാറിയിരിക്കുന്നു. ഇന്ന് ദിലീപിനെ രണ്ടാം ദിവസം ചോദ്യം ചെയ്യുമ്പോൾ ദിലീപിൻ്റെ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചതിൻ്റെ പേരിൽ ദിലീപിൻ്റെ ജാമ്യം പോകുമോ എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നലെ ഉച്ചവരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന വക്കീൽ പറഞ്ഞു കൊടുത്ത എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ദിലീപിന് ഉച്ചയ്ക്ക് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൊടുത്തത് എട്ടിൻ്റെ പണിയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ദിലീപ് രാവിലെ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും നിഷേധിച്ചുകൊണ്ട്, എല്ലാ കാര്യങ്ങളെയും പൊളിച്ചടുക്കിക്കൊണ്ട് തെളിവുകളുമായിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഉച്ചയ്ക്ക് ശേഷം ദിലീപിന് നേരെ അടുത്തത്. ലക്ഷ്യയിലെ ജോലിക്കാരനായിരുന്ന സാഗർ വിൻസെൻ്റെയും തൃശ്ശൂർ രാമവർമ്മ ക്ലബ്ബിൽ വെച്ച് നടന്ന ഗൂഢാലോചനയ്ക്ക് സാക്ഷിയായിരുന്ന ടെന്നീസ് ക്ലബ്ബിലെ വാസുദേവൻ്റെയും മൊഴി മാറ്റാനായിട്ട് ദിലീപ് ശ്രമിച്ചില്ലേ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ദിലീപിൻ്റെ രാവിലെയുള്ള മറുപടിയെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ദിലീപിൻ്റെ സഹോദരനായ അനൂപിൻ്റെയും സഹോദരി ഭർത്താവ് സൂരജിൻ്റെയും അക്കൗണ്ടുകൾ എടുത്ത് ചൂണ്ടിക്കാട്ടിയപ്പോൾ ഈ അക്കൗണ്ടിലെ പണം എങ്ങോട്ടാണ് പോയത് എന്ന് ചോദിച്ചപ്പോൾ ദിലീപ് അവിടെ കുഴങ്ങുന്ന ഒരു സംഭവമാണ് അന്ന് കണ്ടത്. അപ്പോൾ ദിലീപിന് എന്ത് തന്നെയായാലും ഈ സാക്ഷികളെ മൊഴി മാറ്റിയതിനകത്തും സാക്ഷികളെ കൂറുമാറ്റാനായിട്ട് ഉപയോഗിച്ചതിനകത്തും അതുപോലെ തന്നെ ദിലീപിൻ്റെ പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും ഒക്കെ വലയത്തിൽ കേസിനെയൊക്കെ വഴിമാറ്റി വിടുന്നുണ്ട് എന്നുള്ളതും കൃത്യമായി ബോധ്യപ്പെടുത്തുവാൻ, അതിന് തെളിവ് സഹിതം കാണിക്കുവാനായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മികവാണ് എന്ന് പറയേണ്ടി വരും. കാരണം ദിലീപ് എത്രമാത്രം കൃത്രിമ ബുദ്ധിയോടുകൂടി ഈ കേസിനെ സമീപിച്ച് ഇല്ലായ്മപ്പെടുത്താൻ ശ്രമിക്കുന്നുവോ അതിൻ്റെ ഇരട്ടി ബുദ്ധിയോടുകൂടി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ദിലീപിനെ വലയം ചെയ്തിരിക്കുന്നു, ദിലീപിൻ്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വളരെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചോളം അഭിമാനിക്കാനുള്ള കാര്യം. ദിലീപിനെ ചോദ്യം ചെയ്യുന്നത് മൊത്തം ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കോടതിയിൽ ഹാജരാക്കും. അതോടുകൂടി ദിലീപിനെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതിരുന്നാലും, ദിലീപ് കള്ളങ്ങൾ പറഞ്ഞാലും, ദിലീപ് നിഷേധാത്മകമായി പെരുമാറിയാലും ഒക്കെ ദിലീപിൻ്റെ ജാമ്യത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളായി മാറും. അതൊക്കെ കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സമർപ്പിക്കും എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിന് ചോദ്യങ്ങൾക്ക് ഉത്തരം കൃത്യമായി പറയണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന് നാളെ വിനയായി മാറാൻ പോകുന്നത്. ഇപ്പോൾ അതിനു മുമ്പ് തന്നെ സായി ശങ്കറിനെ അറിയില്ല എന്ന് സ്ഥാപിക്കാനായിരുന്നു ദിലീപ് രാവിലെ ശ്രമിച്ചത് എങ്കിൽ 29, 30 എന്നീ ദിവസങ്ങളിൽ ഹോട്ടൽ ഹയാത്തിലെത്തിയ ദിലീപും സഹോദരനും വക്കീലന്മാരും നേരെ പോയത് സായി ശങ്കർ എടുത്തിരുന്ന മുറിയിലേക്കായിരുന്നു. സായി ശങ്കറിൻ്റെ ID കാർഡ് ഉപയോഗിച്ച് സായി ശങ്കർ എടുത്തിരുന്ന മുറിയിലേക്കാണ് ഇവർ പോയത്. അപ്പോൾ ദിലീപിന് സായി ശങ്കറിനെ അറിയില്ല എന്നുള്ള കള്ളത്തരവും അതോടുകൂടി പോലീസ് പൊളിച്ചെടുക്കുകയായിരുന്നു. ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ദിലീപിൻ്റെ കള്ളത്തരങ്ങളെ എല്ലാം പൊളിച്ചെടുക്കുന്ന രീതിയിലായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മുന്നേറിയത്. ഇന്നലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയെല്ലാം പൊളിച്ചെടുക്കുക എന്നുള്ളതാണ് ഇന്ന് പോലീസിൻ്റെ മുന്നിലുള്ള കാര്യം. അതിനു വേണ്ടുന്ന എല്ലാ തെളിവുകളും ദിലീപിൻ്റെ മുന്നിൽ നിരത്തി ദിലീപിനെ കൊണ്ട് തന്നെ ഈ കൃത്യമായി ഉത്തരം പറയിക്കുക എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇന്ന് ചെയ്യാൻ പോകുന്നത്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ബാലചന്ദ്രകുമാറും ദിലീപുമായി ഒന്നിച്ചിരുത്തിക്കൊണ്ട് ഉള്ള ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ അന്ന് ദിലീപ് ഈ വീഡിയോ ഐപാഡിൽ കണ്ടതിന് ശേഷം ഈ ഐപാഡ് കൈമാറിയത് കാവ്യമാധവനാണ്. അതുകൊണ്ട് തന്നെ കാവ്യമാധവനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും ഇനിയും മുന്നിലുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ദൈവത്തിൻ്റെ കയ്യൊപ്പ് എന്ന് പറഞ്ഞ പോലെ എന്നെങ്കിലും ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോകും. നാളെ ഞാനൊരു വിജയശ്രീ ലാളിതനായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കാം എന്ന് കരുതിയ ദിലീപിന് ഇപ്പം വൻപിച്ച തിരിച്ചടിയാണ് ഈ ബാലചന്ദ്രകുമാറിൻ്റെ വരവോടുകൂടി ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ കൂടെയുള്ള അന്വേഷണം വളരെ മാരകമായിട്ടാണ് ദിലീപിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കേസിലേക്ക് പോകുമ്പോൾ ദിലീപ് സ്വന്തം സ്വാധീനവും പണവും ഉപയോഗിച്ച് ആരെയൊക്കെ സ്വാധീനിക്കും എന്നുള്ള വിവരങ്ങളൊക്കെ ആണ് ഇനിയും ഈ കേസിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ നിയന്ത്രിക്കുന്നത്. എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നിരന്തരം ആയിട്ടുള്ള അവരുടെ ഉറക്കമില്ലാതെ ഉള്ള അന്വേഷണത്തിൻ്റെ ഫലമായി കൃത്യമായി ദിലീപിൻ്റെ നേരേക്ക് കേസുകൾ എത്തുന്ന വഴിയിലേക്ക് എത്തിയിരിക്കുന്നു. ദിലീപിന് അല്ലെങ്കിൽ പ്രതിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്ന യഥാർത്ഥമായ പ്രതി എന്ന് പറയുന്നത് കൊട്ടേഷൻ കൊടുത്ത ആളാണ്. ആ കൊട്ടേഷൻ കൊടുത്ത ആളിന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് സത്യം. എന്തായാലും ഇന്നത്തെ ഒരു ചോദ്യം ചെയ്യലിന് ശേഷം കാര്യങ്ങൾ കൃത്യമായി വെളിപ്പെടും. അദ്ദേഹത്തിൻ്റെ ജാമ്യം തള്ളിപ്പോകാനായിട്ട് ഉള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇനിയും അദ്ദേഹം
കാര്യങ്ങൾ മറച്ചു വെക്കുകയോ സാക്ഷികളെ സ്വാധീനിച്ചു എന്ന് തെളിയിക്കാനും പോലീസുകാർക്ക് ശ്രമിച്ചാൽ, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദിലീപിൻ്റെ ജാമ്യം തള്ളിപ്പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നന്ദി, നമസ്കാരം.